الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിപൂർണമായി തഖ്വ ചെയ്യുന്ന അവൻ്റെ നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിന് സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളെയും അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. നമുക്ക് വന്നുപോയ തെറ്റുകൾ അള്ളാഹു അവൻ്റെ മഹത്തായ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈമാനോടുകൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി കലിമ ഉച്ചരിച്ച് മരിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷാഇർ, കവി എന്ന പേരിൽ പ്രസിദ്ധനായ സ്വഹാബിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നബി തങ്ങളെക്കുറിച്ച് ഒരുപാട് മനോഹരമായ കവിതകൾ അദ്ദേഹം രചിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷവും നബി തങ്ങളെക്കുറിച്ച് നബി തങ്ങളുടെ വഫാത്തിനോടനുബന്ധിച്ച് അദ്ദേഹം വലിയ ഒരു കവിത രചിക്കുകയുണ്ടായി. നബി തങ്ങളോടുള്ള ഇഷ്ടവും നബി തങ്ങളുടെ വേർപാടിലുള്ള ദുഃഖവുമൊക്കെ പ്രതിഫലിക്കുന്ന മനോഹരമായ വരികളാണ് ആ കവിതയിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുക. അതിൽ അദ്ദേഹം പറയുകയാണ്, ഫജൂദി അലൈഹി ബിദ്ദുമൂഇ വഅഅ്വിലി ലിഫഖദില്ലദീ ലാ മിസ്ലുഹു അദ്ദഹ്റു യൂജദു. അദ്ദേഹത്തിന്റെ കണ്ണിനോട് പറയുകയാണ്, കണ്ണേ, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ പേരിൽ കരഞ്ഞുകൊള്ളുക. ലിഫഖദില്ലദീ ലാ മിസ്ലുഹു അദ്ദഹ്റു യൂജദു. ഏതൊരു കാലഘട്ടം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഇത്തരത്തിലുള്ള ഒരു വിയോഗം കണ്ടുകിട്ടുക സാധ്യമല്ല. വമാ ഫഖദൽ മാദൂന മിസ്ല മുഹമ്മദിൻ വലാ മിസ്ലുഹു ഹത്തൽ ഖിയാമത്തി യുഫ്ഖദു. വമാ ഫഖദൽ മാദൂന മിസ്ല മുഹമ്മദിൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ
ഉള്ള ഒരു വ്യക്തിത്വത്തിനെ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. വലാ മിസ്ലുഹു ഹത്തൽ ഖിയാമത്ത് യുഫ്ഖദു, ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന ആർക്കും തന്നെ ഇത്തരത്തിലുള്ള ഒരു വിയോഗം സംഭവിക്കുകയില്ല. അഥവാ വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ വിയോഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിയോഗം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗമാണെന്ന് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൽ നബി തങ്ങൾ പറയുന്നുണ്ട്, അയ്യുഹന്നാസ് ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്നതി വയുബാഇദുകും മിനൻ നാർ ഇല്ലാ വഖദ് അമർതുകും ബിഹി. ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങളെ സ്വർഗത്തിനോടും അള്ളാഹുവിനോടും അടുപ്പിക്കുകയും അതിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലൻ നാരി വയുബാഇദുകും മിനൽ ജന്നതി ഇല്ലാ വഖദ് നഹൈതുകും അൻഹു. നരകത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കേണ്ടതുണ്ടോ അതിനെ തൊട്ടെല്ലാം ഞാൻ നിങ്ങളോട് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പനകൾ ജീവിതത്തിൽ ഉടനീളം അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു മനുഷ്യൻ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ശരീരത്തെക്കാളും അവരോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളാണെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എന്നും പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നബി തങ്ങൾ പിറന്നത് ഖുറൈശി തറവാട്ടിലാണ്. അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വീഴുമ്പോൾ ജനനത്തിന് മുമ്പ് തന്നെ നബി തങ്ങളുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. നബി തങ്ങളെ വളർത്തി വലുതാക്കിയത് കുറച്ചു വർഷത്തോളം നബി തങ്ങളുടെ മാതാവായ ആമിന ബീവിയും പിതാമഹനായ അബ്ദുൽ മുത്തലിബുമാണ്. അതിനുശേഷം അവരുടെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ ത്വാലിബ് നബി തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കുകയുണ്ടായി. മക്കയിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായി, ഒരു ചെറുപ്പക്കാരനായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർന്നു വന്നത്. നബി തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ കാരണം, നബി തങ്ങളുടെ വിശ്വസ്തത കാരണം അൽ അമീൻ എന്നും സ്വാദിഖ് എന്നും ഒരുപാട് നല്ല നല്ല വിളിപ്പേരുകൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ 40-ാമത്തെ വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു നബിയായി തെരഞ്ഞെടുക്കുകയും നബി തങ്ങൾക്ക് വഹ്യ് നൽകുകയും ചെയ്തു. അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളെയാണ് നബിയായി തിരഞ്ഞെടുക്കുന്നത്. വഇന്നഹും ഇൻദനാ ലമിനൽ മുസ്തഫൈനൽ അഖ്യാർ. നബിമാർ അള്ളാഹുവിന്റെ അടുക്കൽ തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമരായ അടിമകളാണെന്ന് അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. നബി തങ്ങൾ തന്നെയും തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നല്ലാഹു ഇസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ നിന്ന് കിനാന ഗോത്രത്തെ അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുക്കുകയുണ്ടായി. വസ്തഫ ഖുറൈശൻ മിൻ കിനാന. കിനാന ഗോത്രത്തിൽ നിന്നും ഖുറൈശി തറവാട്ടിനെ അള്ളാഹു തആല തെരഞ്ഞെടുക്കുകയുണ്ടായി. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം. ഖുറൈശിൽ നിന്ന് തന്നെ ബനു ഹാഷിം സന്തതികളെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയുണ്ടായി. വസ്തഫാനി മിൻ ബനി ഹാഷിം. ഈ ബനി ഹാഷിമിൽപ്പെട്ട അനേകം ആളുകളുടെ ഇടയിൽ നിന്നും അള്ളാഹു പ്രത്യേകമായി എന്നെ തിരഞ്ഞെടുക്കുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്.
ഇങ്ങനെ അള്ളാഹു തെരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകരാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുകയും ആഖിറത്തിനെയും അള്ളാഹുവിനെയും ഒക്കെ പ്രതീക്ഷിക്കുകയും ജീവിതത്തിൽ അങ്ങനെയുള്ള ചിന്തകളുമായി നടക്കുന്ന എല്ലാ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അവരുടെ ജീവിതോപാധികളും ജീവിത സാഹചര്യങ്ങളും ജീവിതത്തിൽ അവരുടെ ജോലികളും ഭൗതികമായ എന്ത് തന്നെയായാലും അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാതൃകയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള മാതൃക നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ, നബി തങ്ങളുടെ ചരിത്രത്തെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അതിൻ്റെ വാസ്തവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മുഅ്മിനിന് ഒരുപാട് കടമകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കളെക്കാളും സ്വന്തം രക്തത്തിൽ പിറന്നു വീണ മക്കളെക്കാളും മറ്റുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾക്ക് ഇഷ്ടമാകുന്നത് വരെയും അയാൾ പൂർണ്ണമായ മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവും നബി തങ്ങളോടുള്ള ഇഷ്ടം മറ്റെന്തിനേക്കാളും മുൻഗണന ഉള്ളതായിരിക്കണമെന്ന് ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതല്ലാത്ത പക്ഷം അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്നും അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന ഫസാദഹാ വമസാകിനു തർദൗനഹാ. എന്നിങ്ങനെയുള്ള ഒരുപാട് ഘടനകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും നിങ്ങളുടെ സഹോദരങ്ങളെക്കാളും നിങ്ങളുടെ ഇണകളെക്കാളും മറ്റുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കാളും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന നിങ്ങളുടെ എല്ലാ സമ്പത്തുകളെക്കാളും നിങ്ങൾ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള രൂപത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ സമീപിക്കുന്ന നിങ്ങളുടെ കച്ചവടവും അതുപോലെ തന്നെ നിങ്ങൾക്ക് സമാധാനവും തൃപ്തിയും കിട്ടുന്ന നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ വാസ സ്ഥലങ്ങളെക്കാളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കണം. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അതല്ലാത്ത പക്ഷം ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാകുന്നതിന് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും തെരഞ്ഞെടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്നതാണ്. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസൽ. ഇമാം ബുഖാരിയുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് അത് നബിമാരെയാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ. പിന്നീട് അവരുടെ ദറജയിൽ നിന്നും കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ തഖ്വയുള്ള അള്ളാഹുവിനോട് അടുത്ത ആളുകളെ ആയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതലായിട്ട് പരീക്ഷിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ ഹദീസിൽ പറയുന്നുണ്ട്, അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്നത് നബിമാരെയാണ്. നബിമാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചത് എന്നെയാണ്. നബി തങ്ങളുടെ ജീവിതം ചെറുപ്പം മുതൽ ഉപ്പയില്ലാതെ ജനിച്ചതു മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് വരെയും പട്ടിണിയും ദാരിദ്ര്യവുമായി കഴിഞ്ഞുകൂടുന്ന ഒരു വീട്ടിൽ
ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് വരെയും ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോവുകയുണ്ടായി. ഇത്തരത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നബിയായിരുന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചത് നബി തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകന്മാരായി കടന്നു വരുന്ന എല്ലാ ജനതയും അവരുടെ പ്രവാചകന്മാരെ പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്തതായിട്ട് പരിശുദ്ധമായ ഖുർആനും ഹദീസുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കദാലിക മാ അതല്ലദീന മിൻ ഖബ്ലിഹിം മിർ റസൂലിൻ, ഏതൊരു പ്രവാചകൻ അവരുടെ സമുദായത്തിലേക്ക് അയക്കപ്പെടുകയാണെങ്കിലും ഇല്ലാ ഖാലു സാഹിറുൻ ഔ മജ്നൂൻ, മാരണക്കാരനാണെന്നും ഭ്രാന്തനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും മറ്റുള്ള തരത്തിലുള്ള ഉപദ്രവങ്ങൾ അവർക്ക് ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അബില്ലാഹി വ ആയാതിഹി വ റസൂലിഹി കുൻതും തസ്തഹ്സിഊൻ, ഇത്തരത്തിൽ നബിമാരെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുക എന്നുള്ളത് കുഫറിന്റെ ലക്ഷണമാണ്, അത് കുഫറാണ് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അള്ളാഹുവിനെയും അവന്റെ ആയത്തുകളെയും റസൂലിനെയും നിങ്ങൾ പരിഹസിക്കുകയാണോ? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും, തീർച്ചയായും നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രവാചകനെ പരിഹസിക്കുകയും മോശമായി പറയുകയും ചെയ്യുകയാണെങ്കിൽ ഖദ് കഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം നിങ്ങൾ കുഫറിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെയുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും നബി തങ്ങള് നബിയായി നിയോഗിക്കപ്പെട്ടത് മുതൽ ഇങ്ങോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അബൂജഹലിന്റെ വിമർശനമെല്ലാം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലമാ നസലത് വഅൻദിർ അശീറതകൽ അഖറബീൻ, വഅൻദിർ അശീറതകൽ അഖറബീൻ എന്നുള്ള ആയത്ത് അവതരിപ്പിച്ചപ്പോൾ നബിയെ, നിങ്ങളുടെ അടുത്ത ബന്ധക്കാർക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം, ഈ ദഅവത്തിനെ നിങ്ങൾ അവരുമായി ദഅവത്ത് നടത്തണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൽപ്പിച്ചപ്പോൾ സഅദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല സ്വഫ, നബി തങ്ങൾ സ്വഫ മലയിൽ കയറി നിൽക്കുകയുണ്ടായി. ഫജഅല യുനാദി യാ ബനി ഫിഹർ യാ ബനി അദി, നബി തങ്ങൾ ഓരോ കുടുംബക്കാരെയും പ്രത്യേകം പേരെടുത്ത് അവിടേക്ക് വിളിച്ചു കൂട്ടുകയുണ്ടായി. അങ്ങനെ അവര് വിളിച്ചു കൂട്ടിയപ്പോൾ അവരെല്ലാവരും അവിടേക്ക് വരികയുണ്ടായി. വരാൻ സാധിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പകരം അവർ വേറെ ആളുകളെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, അറഅയ്തകും ലൗ അഖ്ബർതുകും അന്ന ഖൈലൻ ബിൽ വാദി തുരീദു അൻ തുഗീറ അലൈക്കും അകുൻതും മുസദ്ദിഖിയ, ഈ മലഞ്ചെരിവിനപ്പുറത്ത് ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയ നബി തങ്ങളുടെ കുടുംബക്കാരോട് ചോദിക്കുകയാണ്. നഅം മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ, തീർച്ചയായും നബിയെ, നിങ്ങൾ പറയുന്നത് വിശ്വസിക്കും, കാരണം ഇതുവരെയും സത്യമല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് നിങ്ങളിൽ നിന്നും അനുഭവമില്ല എന്ന് അവരെല്ലാവരും ഒരേ സ്വരത്തിൽ മറുപടി പറയുകയുണ്ടായി. ഫൈനി നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഭയാനകരമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ആളാണ് ഞാൻ നബിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയും അവരെ ദഅവത്ത് ചെയ്യുകയുണ്ടായി. ഫഖാല അബൂ ലഹബ് തബ്ബൻ ലക സായിറൽ യൗം അലിഹാദാ ജമഅതനാ, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് ഈ ദിവസം മുഴുവൻ നാശമുണ്ടാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രയും അടുപ്പമുള്ള കുടുംബക്കാരൻ അബൂ ലഹബ് നബി തങ്ങളോട് പറയുകയുണ്ടായി. ഫനസലത് തബ്ബത് യദാ അബീ ലഹബ് വതബ്, സൂറത്തുൽ ലഹബ് ഈ സന്ദർഭത്തിലാണ് അവതീർണമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി നബി തങ്ങളുടെ ദഅവത്ത് തുടങ്ങുമ്പോൾ തന്നെ നബിക്കെതിരെയുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ആരംഭിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്നങ്ങോട്ട് നബി തങ്ങളെ കാബയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കെ നബി തങ്ങളുടെ കഴുത്തിൽ ഒട്ടകത്തിന്റെ കുടൽമാല ചാർത്തിയ സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന യുസല്ലി ഇൻദൽ ബൈത്തി വ അബൂ ജഹ്ലിൻ വ അസ്ഹാബുൻ ലഹു ജുലൂസുൻ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാബയുടെ പരിസരത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറച്ചപ്പുറത്തായിട്ട് അബൂജഹലും അവന്റെ കൂടെയുള്ള ആളുകളും ഇരിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമസ്കരിക്കുന്നത് കണ്ടിട്ട് പരസ്പരം അവരെ പറയുകയുണ്ടായി, അയ്യുക്കും യജീഉ ബിസലാ ജസൂരി ബനി ഫുലാൻ, ഇന്നയാളുടെ വീട്ടില് ഒട്ടകത്തെ അറുത്തിട്ടുണ്ട്, അതിന്റെ കുടൽമാല നിങ്ങളിൽ ആരാണ് കൊണ്ടുവരിക? അങ്ങനെ അത് കൊണ്ടുവന്നുകൊണ്ട് മുഹമ്മദ് സുജൂദിലേക്ക് പോകുമ്പോൾ അവന്റെ പിരടിയിൽ ആരാണ് ഇടുക എന്ന് അബൂജഹലും കൂട്ടരും പരസ്പരം സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഒരാള് പോയി ആ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തുകൊണ്ടുവരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുജൂദ് ചെയ്തപ്പോൾ നബി തങ്ങളുടെ രണ്ട് ചുമലിലൂടെയും അതിടുകയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഅന അൻദുറു ലാ ഉഗ്നി ഷൈഅ, ഇത് ഈ കാഴ്ച ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വഅന ലാ ഉഗ്നി ഷൈഅ, എനിക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അത്രത്തോളം ബലഹീനനായ ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പല സന്ദർഭങ്ങളിലും അബൂജഹലും കൂട്ടരും യാ റാഇയൽ ഗനം, ആടിനെ മേക്കുന്നവനെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. സ്വഹാബികളിലും ചില ആളുകൾ അദ്ദേഹത്തിന്റെ മെലിഞ്ഞ പ്രകൃതവും അദ്ദേഹത്തിന്റെ ബലമില്ലാത്ത കാലുകളെയും നോക്കി പരിഹസിച്ചപ്പോൾ, അല്ലെങ്കിൽ ഒരു ചിലത് ഇഷ്ടമില്ലാത്തത് അദ്ദേഹത്തിന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ ഗൗരവപൂർവ്വം അതിനെ തിരുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ അടുക്കല് വളരെയധികം ബലവത്തായ കാലുകളാണതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദ്ദേഹത്തെ പറ്റി പറയുകയുണ്ടായി. ലൗകാനലി മനഅ, എനിക്ക് ഏതെങ്കിലും തരത്തില് നബി തങ്ങളെ ആ ബുദ്ധിമുട്ടിക്കുന്നത് തടയാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് അദ്ദേഹം ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. ലാ യർഫഉ റഅസഹു, നബി തങ്ങൾക്ക് ഈ ഒട്ടകത്തിന്റെ കുടൽമാല ഇട്ടതുമൂലം തങ്ങളുടെ പിരടിയെ, തങ്ങളുടെ തലയെ പൊക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഹത്താ ജാഅത്ഹു ഫാത്തിമ ഫതറഹത് അൻ ലഹ്രിഹി, അത് കഴിഞ്ഞ് കുറച്ചു സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വരികയും നബി തങ്ങളുടെ പിരടിയിൽ നിന്ന് ആ ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തു മാറ്റുകയും ഉണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തല ഉയർത്തുകയും നബി തങ്ങളുടെ നമസ്കാരം പൂർത്തിയാക്കുകയും എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ് എന്ന് മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. ഫശഖ അലൈഹിം ഇദ് ദഅ അലൈഹിം, അവർക്കെതിരെ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോൾ അതവർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്ന് മാത്രമല്ല, മക്കയിൽ വെച്ച് ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ടെന്ന് അവര് ജാഹിലിയ കാലഘട്ടത്തിലും വിശ്വസിച്ചിരുന്നു. ആ നാട്ടിൽ വെച്ച് കഅബക്കടുത്ത് വെച്ച് ഒരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് അവര് വിശ്വസിച്ചിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഓരോ ആളുകളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്കെതിരിൽ ദുആ ചെയ്യുകയുണ്ടായി. അല്ലാഹുമ്മ അലൈക ബി അബീ ജഹൽ വഅലൈക ബി ഉത്ബത ഇബ്നു റബീഅ വശൈബത ഇബ്നു റബീഅ വൽ വലീദ് ഇബ്നു ഉത്ബ വഉമയ്യത ഇബ്നു ഖലഫ് വഉഖബത ഇബ്നു അബീ മുഅയ്ത്. ഇങ്ങനെ 7 ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് അവർക്കെതിരിൽ ദുആ ചെയ്യുകയുണ്ടായി. 7ാമത്തെ ആളെ നബി തങ്ങള് പറഞ്ഞു, അതെനിക്ക് ആരാണെന്ന് ഓർമ്മയില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫവല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിൽ സത്യം, ലഖദ് റഅയ്തു അല്ലദീന അദ്ദ റസൂലുള്ളാഹ്, നബി തങ്ങള് ഈ എണ്ണിയ ആളുകളെ എല്ലാം തീർച്ചയായും ഞാൻ കാണുകയുണ്ടായി. ഫിൽ ഖലീബി ബദർ, ബദറിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ ചെയ്ത 7 ആളുകളെയും ഖലീബ് എന്ന് പറയുന്ന ബദറിലെ പൊട്ടക്കിണറ്റിൽ ചത്തുമലച്ച് കിടക്കുന്നത് ഞാൻ കാണുകയുണ്ടായി എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതുപോലെ നബി തങ്ങള് നമസ്കരിക്കുമ്പോൾ, കഅബയുടെ പരിസരത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായിട്ട് നബി തങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂജഹലും കൂട്ടരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ സുജൂദിലേക്ക് പോകുമ്പോൾ പിരടിക്ക് ചവിട്ടാൻ വേണ്ടി വരികയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് പിറകോട്ട് മാറ്റുന്നതുമെല്ലാം സഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് നിനക്ക് സംഭവിച്ചത്, നീ ചവിട്ടാൻ പോയിട്ട് എന്താണ് പേടിച്ച് തിരിച്ചു വന്നതെന്ന് കൂട്ടാളികൾ ചോദിക്കുമ്പോൾ അബൂജഹൽ പറയുന്നുണ്ട്, ഇന്ന ബൈനി വബൈനഹു ലഖന്ദഖം മിൻ നാർ,
തീർച്ചയായും ഞാൻ മുഹമ്മദിനെ ചവിട്ടാൻ പോയപ്പോൾ മുഹമ്മദിന്റെയും എന്റെയും ഇടയിൽ ഒരു തീ കൊണ്ടുള്ള കിടങ്ങ് ഞാൻ കാണുകയുണ്ടായി. വഹൗലൻ വാജ്നിഹതൻ, ചിറകുകളും ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും ഞാൻ കാണുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പിറകോട്ട് വന്നത് എന്ന് പറയുന്നുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൗ ദനാ മിന്നി ലഖ്തഫത്ഹുൽ മലായികതു ഉദ്വൻ ഉദ്വ. അബൂജഹൽ എങ്ങാനും അവന്റെ ആ ദുരുദ്ദേശവും കൊണ്ട് എൻ്റെ അടുത്തു വരികയായിരുന്നെങ്കിൽ മലക്കുകൾ അവനെ ഛിന്ന ഭിന്നമാക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകനെ ഉപദ്രവിച്ച സന്ദർഭങ്ങളിലെല്ലാം, അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാഹു തആല അത് ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നത് നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. അതാണ് അല്ലാഹു പറയുന്നത്, ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, തീർച്ചയായും നബിയെ വിമർശിക്കുകയും കളിയാക്കുകയും നബിയെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ മതിയായവനാണ് എന്ന് അല്ലാഹു പറയുന്നുണ്ട്. വല്ലാഹു യഅസിമുക മിനന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷിക്കുമെന്ന് മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ മാഇദയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരുത്തി തീർത്തവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സന്ദർഭങ്ങളിലും ഏറ്റവും കൂടുതൽ ക്ഷമ കാണിച്ചതും അവരോട് നല്ല രീതിയിൽ പെരുമാറിയതും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രധാനമായും മക്ക വിജയത്തിന്റെ ദിവസം ഒരുപാട് ആളുകൾ അന്ന് നബി തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നബി തങ്ങൾ അവരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് എത്തരത്തിൽ പ്രവർത്തിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പൊ അവര് പറയുന്നുണ്ട്, റജുലുൻ കരീം വബ്നു റജുലിൻ കരീം, നിങ്ങൾ മാന്യനായ ഒരാളാണ്, മാന്യനായ ഒരാളുടെ മകനുമാണ്, നിങ്ങളിൽ നിന്ന് മാന്യമായതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നബി തങ്ങളെ അത്രകാലവും ബുദ്ധിമുട്ടിച്ചവർ പറയുന്നുണ്ട്. ഫദ്ഹബു ഫഅൻതും തുലഖാ, നിങ്ങളെല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയ ദിവസം പറയുന്നുണ്ട്. നബി തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ഹിന്ദ് പിന്നീട് മുസ്ലിം ആവുകയുണ്ടായി റളിയല്ലാഹു അൻഹ. അതുപോലെ തന്നെ വഹ്ശി റളിയല്ലാഹു അൻഹു, ഇവർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയത്തിന്റെ ദിവസത്തിൽ മാപ്പ് കൊടുക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ത്വായിഫിൽ നിന്ന് നബി തങ്ങളെ കല്ലെറിയുകയും നബി തങ്ങളുടെ കാലിൽ നിന്ന് രക്തം വരികയും ചെയ്ത സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ശിക്ഷിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അനുവാദം ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറയുന്നത്, ഇന്നഹും ഖൗമുൻ ജാഹിലൂൻ, അവർ അറിവില്ലാത്തവരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ സന്താന പരമ്പരകളിൽ നിന്നും വിശ്വാസികളായ ആളുകൾ ഉണ്ടായേക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഒരുപാട് പ്രവണതകൾ ഇന്നും നമുക്ക് ചുറ്റും കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അതിൻ്റെ യഥാർത്ഥ വശം ഇസ്ലാമിനെതിരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയും വിമർശനം ഉന്നയിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവാഹങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ഒരു സ്ത്രീലമ്പടനാണെന്നും, അതുപോലെ തന്നെ ഇസ്ലാം നബി തങ്ങളുടെ യുദ്ധങ്ങളെ പറഞ്ഞുകൊണ്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ച മതമാണെന്നും ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് ഇസ്ലാമിനെതിരിൽ കാണുവാൻ സാധിക്കും. അതെന്താണെന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കണം. അതിനുശേഷം അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അറിവില്ലാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്താനും തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിച്ചു മനസ്സിലാക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ ചെന്നു ചേരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.